അപ്പോൾ നമുക്കിന്ന് കൂടുതൽ വെണ്ണയൊന്നും ചേർക്കാതെ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ പകുതി വെണ്ണയും പകുതി ഓയിൽ ഇടുന്നുണ്ട്. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ ഇത് മുഴുവൻ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഉള്ളി വന്നിട്ട് ഒരു 3-4 ഉള്ളി മുറിച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇടുന്നുണ്ട്. അത് അത്യാവശ്യം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു പിടി നമ്മുടെ ബദാം അതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതൊന്ന് ഓഫാക്കി വെക്കാം. നമുക്കത് അരച്ചെടുക്കണം. പിന്നെ ചിക്കൻ ഇതുപോലെ കഴുകി വെച്ചിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കുറച്ച് ലെമൺ, ഇതൊക്കെ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മെറിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കത് ഹാഫ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഷാളോ ഫ്രൈ ചെയ്താൽ മതി, നല്ലോണം ഫ്രൈ ചെയ്യേണ്ട. എന്നിട്ട് നമ്മളത് അരച്ച് വെച്ച് മറ്റേത് അരച്ചിട്ടുണ്ട് ആ സാധനം, അത് അരച്ചത് അതിലേക്ക് ഇതേപോലെ എണ്ണയും നെയ്യും ചേർത്തിട്ട് വെണ്ണയും ചേർത്തിട്ട് അരച്ച അരപ്പ് അതിലേക്ക് ചേർക്കണം കേട്ടോ. അതിലേക്ക് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരും. വറ്റി വരുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വറ്റുന്ന വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ കസ്തൂരി മേത്തി ഇടുക, പിന്നെ മല്ലിയില ഇടുക. അപ്പോഴേക്കും നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറേ നമുക്ക് വെണ്ണ ചേർക്കാം, ഞാൻ കുറച്ച് ചേർത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്.